ചിന്ത സുഖല്ലേ? തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിനൊക്കെ എങ്ങനെ? ബിന്ദു കൃഷിക്ക് അപാര കോൺഫിഡൻസ് ആണല്ലോ. ഒരു കാര്യമില്ല, കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അനുഭവവേദ്യമായ വളരെ ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ കേരളത്തിലെ LDF ഗവൺമെന്റ് പോകുന്നത്. കൊല്ലം ജില്ലയിൽ 9 സീറ്റ് വരെ നേടിയേക്കാമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയ തരംഗമായിരിക്കും. അവർ ആലീസിന്റെ സ്വപ്നലോകത്താ. കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ സീറ്റും പിടിച്ചുകൊണ്ട് തുടർ ഭരണത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു നല്ല ചുവടുവയ്പായിരിക്കും കൊല്ലത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും നമ്മൾ വിജയിക്കുന്നത്. ചിന്ത, ഞാൻ ഒരു ജമോ സാഹിബിനെ കാണാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചൂടെ? ചിന്തയായിരുന്നു ഒരുപക്ഷെ നിയമസഭയിൽ ടിക്കറ്റ് മത്സരിക്കാൻ വരുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും സ്ഥാനാർത്ഥികളായി പ്രവർത്തിക്കുകയാണ്. പാർട്ടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾ വിജയിക്കും. ഇതൊരു കശുവണ്ടി തൊഴിലാളിയാണ്. ജയിച്ചിന്റെ പേരെന്താ? എന്റെ പേരിന്റെ പാർട്ടി മെമ്പർ അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടി സഹാക്കളാണ്. പറഞ്ഞോ. ഞാൻ ചാത്തനകളൊക്കെ കശുവണ്ടി തൊഴിലാളി ജോലി ചെയ്തു. അത് എന്റെ MBBS അഡ്മിഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ES ആരോഗ്യം എന്തോ ചെയ്യണമെന്നൊന്നും. സർക്കാർ മാറണോ? സർക്കാർ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? സർക്കാർ മാറണമെന്നുണ്ടോ? എന്റെ പേരിലെന്താ പെൻഷൻ? കശുവണ്ടി ഫാക്ടറികളെല്ലാം അടച്ച് കൊല്ലം ജില്ലയിലെ കശുവണ്ടി ഫാക്ടറികൾ കംപ്ലീറ്റ് പൂട്ടി. ഈ കശുവണ്ടി തൊഴിലാളികളെല്ലാം കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് പാർലമെന്റിനകത്ത് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് ലഭിച്ചു. കശുവണ്ടിയുടെ ഇറക്കുമതി ചുങ്കം 9.3 ബഡ്ജറ്റ്